നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സേവ്യർ. പ്രധാന വാർത്തകൾ. ഹർത്താലിൽ സ്തംഭിച്ചു കേരളം. ബാർക്കോഴ കേസിൽ അഴിമതി ആരോപണ വിധേയനായ കെ മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ബജറ്റ് വിറ്റ് കാശാക്കുന്ന കെ മാണി കേരളത്തിന് ബാധ്യതയും അപമാനവുമെന്ന് BJP കുട്ടനാടൻ മണ്ഡലം പ്രസിഡന്റ് MR സജീവ്. മുസംബി ജ്യൂസും കേരള രാഷ്ട്രീയവും തമ്മിൽ എന്താണ് ബന്ധം? ഒരിടത്ത് ജനങ്ങളെ പിഴിയുന്നു, മറ്റൊരിടത്ത് പഴം പിഴിഞ്ഞ് ജ്യൂസാക്കും. വാർത്തകൾ വിശദമായി. ബാർക്കോഴ കേസിൽ ധനമന്ത്രി കെ മാണിയുടെ രാജി ആവശ്യപ്പെട്ട് BJP നടത്തിയ സംസ്ഥാന ഹർത്താൽ പൂർണ്ണം. ആലപ്പുഴയിൽ KSRTC അടക്കമുള്ള വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കെ മാണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ആലപ്പുഴ ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. ആലപ്പുഴ, ചേർത്തല, ചെങ്ങന്നൂർ, എടത്വ, മാവേലിക്കര, കായംകുളം തുടങ്ങിയ KSRTC ഡിപ്പോകളിലെ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയിരുന്നില്ല. ജലഗതാഗതത്തെയും ഹർത്താൽ സാരമായി ബാധിച്ചു. ഇരുചക്ര വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും മാത്രമേ നിരത്തിലിറങ്ങിയുള്ളൂ. ഹൌസ് ബോട്ട് മേഖലയും ഹർത്താൽ നിശ്ചലമാക്കി. ഹർത്താൽ വിവരം അറിയാതെ ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ നടുറോഡിൽ അലയേണ്ട അവസ്ഥയായിരുന്നു. കഴിഞ്ഞ BJP ഹർത്താലിൽ ആലപ്പുഴ ജില്ലയിൽ പരക്കെ അക്രമങ്ങളുണ്ടായിരുന്നു. ജില്ലയിലെ തെക്കൻ മേഖലകളിൽ അക്രമം ഉണ്ടാകാമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഈ മേഖലയിൽ പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ബാർക്കോഴ വിവാദത്തിൽ അകപ്പെട്ട ധനകാര്യമന്ത്രി കെ മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഹർത്താൽ ആലപ്പുഴയിൽ പൂർണ്ണമാണ്. അക്രമ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെവിടെയും കനത്ത പോലീസ് സന്നാഹത്തെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്. കേരള ജനത ആഗ്രഹിക്കുന്നത് കെ മാണി രാജിവെക്കണമെന്നാണ്. യാതൊരു നിർബന്ധ ബുദ്ധിയും ഇല്ലാതിരുന്നിട്ടും ജനങ്ങൾ ഹർത്താൽ വിജയിപ്പിക്കാൻ പൂർണ്ണ പിന്തുണയേകിയത് അതിനാലാണെന്ന് BJP കുട്ടനാടൻ മണ്ഡലം പ്രസിഡന്റ് MR സജീവ്. ബജറ്റ് വിറ്റ് കാശാക്കുന്ന കെ മാണി കേരളത്തിന് ബാധ്യതയും അപമാനവുമാണ്. സ്വയം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ UDF നേതൃത്വം മാണിയെ പുറത്താക്കണമെന്നും MR സജീവ് ആവശ്യപ്പെട്ടു. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ കെ മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായി പുളുങ്കുന്നിൽ സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കഴിഞ്ഞ 50 വർഷക്കാലമായി കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ മാണി, ആ കെ മാണിയാണ് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയിലിട്ട് ഇതേപോലെ ജനങ്ങളുടെ പൈസ കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തെ ദുരിതത്തിലേക്ക് വിട്ട കെ മാണി കേരളത്തിലെ ജനങ്ങളുടെ ശാപമേറ്റു വാങ്ങിയിരിക്കുകയാണ്. അധിക നാൾ ആരുടെയും മുന്നിൽ കള്ളത്തരം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ ബഡ്ജറ്റ് വിറ്റുപോലും കാശുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കെ മാണിയുടെ ചരിത്രം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്നവരും കെ മാണി കേരളത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ, കെ മാണി ചോദിച്ചു വാങ്ങിയിട്ടുള്ള പണത്തിന്റെ ഇടപാടുകൾ, കെ മാണി നടത്തിയിട്ടുള്ള വൻ കൊള്ളയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാർക്കോഴ ഇടപാട് മാത്രമല്ല, നിരവധി കേസുകളിൽ കെ മാണി പ്രതിയാകാൻ പോവുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം കാലം MLA സ്ഥാനത്ത് ഇരുത്തുകൊണ്ടിരുന്ന മന്ത്രിയായിരിക്കുന്ന കെ മാണി ജയിലിനുള്ളിൽ പോകാൻ പോവുകയാണ്. ഈ കൊള്ളക്കാരനെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. BJP കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളുങ്കുന്ന ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കാവാലം തട്ടാശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു. DC ഷിബു, VK വിനോദ്, ഷാജി സേവ്യർ, PJ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് തെക്കേക്കരയിൽ നടന്ന പ്രകടനത്തിൽ AN ഹരിദാസ്, KG കൃഷ്ണൻ നായർ, മോഹനചന്ദ്രൻ, MG ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് സംസ്ഥാന സമിതി അംഗം MB രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി മാരാർജി ഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി 2-ാം നമ്പർ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. മേഖലാ പ്രസിഡന്റ് KG രാജ്മോഹൻ, D ബാലകൃഷ്ണക്കുറുപ്പ്, MD രവി, P സുരേന്ദ്രനാഥ്, വീരസിംഹൻ എന്നിവർ നേതൃത്വം നൽകി. എടത്വ തലവടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം മണിക്കൂട്ടൻ ചേലേക്കാട് ഉദ്ഘാടനം ചെയ്തു. TK രാജേന്ദ്രൻ, മിനി ബിജു, സുഗന്ധി രാജിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയക്കാരും
ജീവിക്കാനായി മുസംബിയും ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഉത്തർപ്രദേശുകാരനുമായി എന്താണ് സാമ്യം? രാഷ്ട്രീയക്കാർ പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്നു, പഴം പിഴിഞ്ഞ് രുചികരമായ ജ്യൂസ് ഉണ്ടാക്കി ഇയാളും ജീവിക്കുന്നു. കത്തുന്ന വെയിലിൽ ക്യാമറാമാൻ സനോജിനൊപ്പം ഓരോ മുസംബി ജ്യൂസ് കുടിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഹർത്താൽ ആഘോഷമാക്കുന്ന മലയാളികൾ ആരും കട തുറന്നിട്ടില്ലെന്ന് മാത്രമല്ല, പുറത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. ഹംകോ ദോ മുസംബി ജ്യൂസ് ചാഹിയെ അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിന്ദിയും മലയാളവും കലർന്ന ഭാഷയിൽ ആ ഉത്തർപ്രദേശുകാരൻ ചോദിച്ചത്, മാണി ആരാണ്? മാണി കോൻ ഹെ? ഞാൻ പറഞ്ഞു, മാണി മണിമന്ത്രി. കോഴ ക്യാ ഹെ? കോഴയുടെ ഹിന്ദിക്കായി പരതിയപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, കൈക്കൂലി. കുറച്ചു കാലമായി ജ്യൂസ് കുടിക്കാൻ വരുന്നവർ പറഞ്ഞു കേട്ടാണത്രേ ഈ വാക്കുകൾ ഇയാൾ പഠിച്ചത്. കോഴ വാങ്ങിയവർക്കും കൊടുത്തവർക്കും കുഴപ്പമില്ല, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വീണ്ടും പട്ടിണിയിലാക്കുകയാണ് ഹർത്താൽ. എന്താണ് കേരളത്തിൽ മാത്രം അടിക്കടി ഹർത്താലും ബന്ധും? കേരളത്തിലെ എണ്ണമറ്റ സമരങ്ങളാണ് എൻ്റെ മനസ്സിലെത്തിയത്. പലതും അധര വ്യായാമങ്ങൾ മാത്രമായി അന്തരീക്ഷത്തിൽ ഇന്നും അലയടിക്കുന്നു. ഉത്തർപ്രദേശിൽ തൊഴിലവസരമില്ല, അതുകൊണ്ടാണ് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ജ്യൂസറും വാങ്ങി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയത്. ഇവിടെയും ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന ചോദ്യഭാവമുണ്ട് അയാളുടെ മുഖത്ത്. मैं उत्तर प्रदेश से इधर आया, इधर आने के बाद तो पूरा हड़ताल, तो बिजनेस कम है. उधर कितने बच्चे हैं आपको? उधर 3 बच्चे हैं सर मेरे को. 3 बच्चे हैं जी. उधर कुछ हड़ताल बंद ऐसा है? नहीं ऐसा नहीं, कुछ भी ऐसा नहीं है. आज सेल कुछ कम दिया? सेल कम है. മുസംബിയും ഓറഞ്ചും ഒക്കെ പിഴിഞ്ഞ് നീരൂറ്റി കൊടുത്ത് ഇവർ ജീവിക്കുന്നു. കൈക്കൂലിയും അഴിമതിയും കോഴയും വാങ്ങി അത്താഴ പട്ടിണിക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവരുടെ നീരൂറ്റി കുടിച്ച് മറ്റു ചില രാഷ്ട്രീയക്കാരും ജീവിക്കുന്നു. ആദർശധീരൻ, അട്ടിമറി, വിഭാഗീയത, വിഴുപ്പലക്കൽ, സമദൂരം, കുലംകുത്തി, സമവായം, മുന്നണി മര്യാദ, വെട്ടിനിരത്തൽ, തിരുത്തൽവാദം, കരിങ്കാലി, കാരുവാരൽ, കടിച്ചുതൂങ്ങൽ തുടങ്ങി PC ജോർജ് എന്ന പേര് വരെ എന്തെല്ലാം ഇയാൾ ഇനിയും കേൾക്കാനിരിക്കുന്നു എന്നോർത്ത് മുസംബി ജ്യൂസും കുടിച്ച് ഞങ്ങൾ അടുത്ത വാർത്ത തേടി യാത്രയായി. ബാർക്കോഴ കേസിൽ അഴിമതി ആരോപണ വിധേയനായ KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ആഹ്വാനം ചെയ്ത ഹർത്താലാണ് ഇന്ന് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും ഉപജീവനം തേടി കേരളത്തിലെത്തിയ ഈ ജ്യൂസ് കച്ചവടക്കാരൻ തന്റെ ജീവിത ചക്രം തിരിച്ച് ജ്യൂസ് നിർമ്മിച്ച് കൊടുക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ ചിലവായത് വളരെ കുറച്ച് ജ്യൂസ് മാത്രമാണ്. തന്റെ നാട്ടിൽ ഹർത്താലും ബന്ധും ഇല്ലേ ഇല്ലെന്നാണ് ഈ മറുനാട്ടുകാരൻ പറയുന്നത്. ക്യാമറാമാൻ സനോജ് ഷാജിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. അറിവും സമ്പത്തും ഉണ്ടായാൽ രാജ്യത്ത് മതപരിവർത്തനം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം പെരിങ്ങര 594 നമ്പർ ഗുരുദേവ ക്ഷേത്ര സമർപ്പണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യയും സമ്പത്തും ഇല്ലാത്ത സമുദായം ഇന്ന് ഈഴവരും പട്ടികവർഗവുമാണ്. ആ ജനസംഖ്യയിൽ സിംഗിൾ മെജോറിറ്റി ഉള്ള ഈഴവ സമുദായത്തിന് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവ്, സാമ്പത്തികമായുള്ള കുറവ്, ഈ രണ്ടും പരിഹരിക്കുക എന്ന പരമലക്ഷ്യം കണക്കാക്കിയാണ് 12-13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മൈക്രോ ഫൈനാൻസ് തുടങ്ങിയത്. അന്ന് തുടങ്ങിയപ്പോൾ ഒരുപാട് സംശയങ്ങളും എന്റെ കൂടെയുള്ളവർ പോലും അന്ന് എതിർത്തിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഗംഭീരമായി വിജയിച്ചു. ഏതാണ്ട് 4000 കോടിയോളം രൂപ എനിക്ക് അതിലൂടെ കൊടുക്കുവാൻ സാധിച്ചു. ആ 4000 കോടി രൂപകളും 73,000 സ്വയം സംഘങ്ങളിലൂടെ സ്ത്രീകൾക്ക് കൊടുക്കാൻ സാധിച്ചപ്പോൾ വലിയ ഒരു പട്ടിണി മാറ്റുവാൻ എന്ന മുദ്രാവാക്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് തരൂ, ഞാൻ നിങ്ങളുടെ പട്ടിണി മാറ്റി തരാം എന്ന ആ മുദ്രാവാക്യമായിട്ടാണ് ഞാൻ നമ്മുടെ വന്നത്. കാരണം അറിവും സമ്പത്തും ഉണ്ടായാൽ ഈ രാജ്യത്ത് മതപരിവർത്തനം ഇല്ലാതാകും. അറിവ് ഇല്ലാതെ എന്നൊരു വലിയൊരു കുറവ് സമൂഹത്തിനും സമുദായത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാശ്രയാകട്ടെ കോളേജിൽ സ്ഥാപിക്കുവാൻ ഗവൺമെന്റ് നയം അങ്ങനെ വന്നപ്പോൾ നമ്മളെല്ലാം മാറുന്നു. എന്നിട്ട് പോലും കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റിൽ വന്ന് ഒരു പരിരക്ഷയോ പരിഗണനയോ സമുദായത്തിന് തരുന്നില്ല. എയ്ഡഡ് കോളേജ് തരാൻ, +2 ബാച്ചസ് തരുവാൻ, ഇതെല്ലാം കണ്ടും കൊണ്ടും സഹിച്ചപ്പോൾ എന്തുമാകട്ടെ, സ്വാശ്രയാണ് ആശ്രയമെങ്കിൽ അതെങ്കിലും ആകട്ടെ എന്ന് കണക്കാക്കിയാണ് കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമായിട്ട് 25ഓളം സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയ ഒന്നാണ് കഴിഞ്ഞ കൊല്ലം തിരുവല്ലയിൽ തുടങ്ങിയത്. രാജഭരണകാലത്ത് ചാതുർവർണ്ണ്യം പറഞ്ഞ് പിന്നോക്കക്കാരെയും പട്ടികജാതി പട്ടികവർഗങ്ങളെയും
സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ചാതുർവർണ്ണയത്തിന് പകരം ജനാധിപത്യ ഐത്തങ്ങളായ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കി രാജ്യത്തെ സമ്പത്തും അവകാശങ്ങളും സംഘടിത മതശക്തികളായ ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ അടിയറ വയ്ക്കുകയാണെന്നും ഇതിനെതിരെ പ്രതികരിച്ചാൽ ജാതി പറയുകയാണെന്ന് പറയുന്ന ഭരണാധികാരികൾക്കെതിരെ ജാതി പറഞ്ഞു തന്നെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് കരിപ്പക്കുഴി സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി മധു പരിമല നടപ്പന്തൽ സമർപ്പണവും ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ദൈവദശകം ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ വൈസ് പ്രസിഡന്റ് KG ബിജുവും നിർവഹിച്ചു. യോഗത്തിൽ SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KG സുരേഷ്, ഇൻസ്പെക്ടിംഗ് ഓഫീസർ അനിൽ S ഉഴത്തിൽ, ശാഖാ പ്രസിഡന്റ് വനീഷ് TV, തിരുവല്ല DYSP തമ്പി S ദുർഗാദത്ത്, KV രംഗനാഥൻ, സുരേഷ് കുമാർ, രാജൻ തെങ്ങേലി, KK ശാന്തപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ചുങ്കം സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പള്ളിക്ക് മുൻവശത്തെ രൂപക്കൂടും കാണിക്കവഞ്ചിയും തകർത്തു. പുണ്യാളന്മാരുടെ പ്രതിമ മോഷ്ടിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാത്രി 11:30 ശേഷമാണ് സംഭവം. ദേവാലയത്തിന് സമീപത്തുള്ള കാണിക്കവഞ്ചിയിലെ രൂപക്കൂടുകൾ തകർത്താണ് പുണ്യാളന്മാരുടെ പ്രതിമകൾ മോഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം പള്ളിയുടെ കാണിക്കവഞ്ചികൾ മോഷ്ടിക്കുന്നതിന് ശ്രമം നടന്നിട്ടില്ല. പള്ളിക്ക് നേരെ അക്രമം നടത്തി സമൂഹത്തെ തമ്മിൽ അടുപ്പിക്കാനുള്ള ചിലരുടെ നീക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ആരാധനയ്ക്കെത്തിയ വിശ്വാസികളാണ് പള്ളിക്ക് നേരെ അക്രമമുണ്ടായ വിവരം പോലീസിൽ അറിയിച്ചത്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി കുട്ടനാട് കേബിൾ വിഷൻ റിപ്പോർട്ടർ കം ക്യാമറാമാൻ രാജേഷ് സോമനെ തെരഞ്ഞെടുത്തു. ചങ്ങനാശ്ശേരി ആർക്കേഡിയ ഹോട്ടലിൽ സംസ്ഥാന സെക്രട്ടറി അനിൽ വിശ്വാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് രാജേഷ് സോമനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമായ രാജേഷ് ചങ്ങനാശ്ശേരി പ്രസ് സെന്റർ പ്രസിഡന്റ്, ട്രഷറർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. കൈനഗിരി ഗ്രാമപഞ്ചായത്ത്, കുപ്പപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം, ആലപ്പുഴ ജില്ലാ അന്ധനിവാരണ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10 മുതൽ കൈനഗിരി പഞ്ചായത്തിന് സമീപമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് ക്യാമ്പ് നടക്കുക. ഗീതുവിനും ജാലിയത്തിനും മംഗല്യഭാഗ്യമൊരുക്കി ആലപ്പുഴയിലെ കൂട്ടായ്മ. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കായൽപ്പുറം സെന്റ് ജോസഫ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ വ്യാഴാഴ്ച നടക്കും. രാവിലെ 9-ന് ശതാബ്ദി സ്മാരക മന്ദിരം ഡോക്ടർ റബേക്ക മാത്യു ഉദ്ഘാടനം ചെയ്യും.
ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ശതാബ്ദി സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിലെ പൗരാവലി ആഘോഷമാക്കി ഗീതുവിന്റെയും ജാലിയറ്റിന്റെയും വിവാഹം. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിലെ അംഗങ്ങളാണ് ഇരുവരും. ആലപ്പുഴ ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിലെ രണ്ടാമത്തെ വിവാഹമാണ് ചൊവ്വാഴ്ച നടന്നത്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ഒരാളുടെ വിവാഹത്തിന് 50,000 രൂപ വീതം ലഭിച്ചു. ബാക്കി വിവാഹത്തിന് ആവശ്യമായ തുക സമാഹരിച്ചത് ആലപ്പുഴയിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നുമാണ്. ഗീതുവിന് ജീവിത പങ്കാളിയായി അങ്കമാലി സ്വദേശി ഹരിയും ജാലിയത്തിന് ജീവിത പങ്കാളിയായി കൊല്ലം സ്വദേശി മധുവും കടന്നു വന്നു. ഹരി ക്ഷേത്ര പൂജാരിയും മധു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ്. ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വിവാഹ ചടങ്ങിൽ KC വേണുഗോപാൽ MP, G സുധാകരൻ MLA, AM ആരിഫ് MLA, ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് KK ബാലചന്ദ്രൻ, നഗരസഭാ അധ്യക്ഷ മേഴ്സി ഡയാന മാസിഡോ, DCC പ്രസിഡന്റ് A ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവാഹ സദ്യയും നടന്നു. ചങ്ങനാശ്ശേരി നഗരസഭ 21ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. മുൻ നഗരസഭാ അധ്യക്ഷ സ്മിത ജയകുമാർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. UDFിലെ അനൈക്യം മൂലം സ്മിത ജയകുമാർ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി സൂര്യ നായർ ഉദയസൂര്യൻ ചിഹ്നത്തിലും, BJP സ്ഥാനാർത്ഥിയായി അനിത B താമര ചിഹ്നത്തിലും, UDF സ്ഥാനാർത്ഥിയായി സിന്ധു സന്തോഷ് ശംഖ് ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. 4 വർഷം നഗരസഭ ഭരിച്ച UDFിൽ നിന്നും 2 സ്വതന്ത്ര അംഗങ്ങൾ LDFിൽ ചേർന്നതോടെ ഇപ്പോൾ LDF ആണ് നഗരസഭ ഭരിക്കുന്നത്. KCV ന്യൂസ് ചങ്ങനാശ്ശേരി. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെയും ഔസേപിതാവിന്റെയും ദർശന തിരുനാളിന് തുടക്കമായി. വൈകിട്ട് 4:30 നടന്ന കൊടിയേറ്റ് കർമ്മം ഫാദർ ജോൺ മണക്കുന്നേൽ നിർവഹിച്ചു. ഫാദർ ജോർജ് വെങ്ങാനിക്കൽ, ഫാദർ വർഗീസ് പുത്തൻപുരയ്ക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ കുറിഞ്ഞിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 2 തിരുനാളിന് സമാപനമാകും. ബലവാനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും. ഇനി ചരമവാർത്തകൾ. പുളുങ്കുന്നു കിഴക്കേടത്ത് CT ജോർജ് നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 11 പുളുങ്കുന്നു സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സിമിത്തേരിയിൽ. തലവടി ചെത്തിപ്പുരയ്ക്കൽ കറുകയിൽ മുണ്ടകത്തിൽ ഗ്രേസി ചെറിയാൻ നിര്യാതയായി. 48 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3:30 പാണ്ടങ്കരി സെന്റ് മേരീസ് മലങ്കര കാത്തോലിക്ക പള്ളി സിമിത്തേരിയിൽ. ഊരിക്കരി ചിറയിൽ വീട്ടിൽ അയ്യപ്പൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 1 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹർത്താലിൽ സ്തംഭിച്ചു കേരളം. ബാർക്കോഴ കേസിൽ അഴിമതി ആരോപണ വിധേയനായ കെ മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്ന കെ മാണി കേരളത്തിന് ബാധ്യതയും അപമാനവുമെന്ന് BJP കുട്ടനാടൻ മണ്ഡലം പ്രസിഡന്റ് MR സജീവ്. മുസംബി ജ്യൂസും കേരള രാഷ്ട്രീയവും തമ്മിൽ എന്താണ് ബന്ധം? ഒരിടത്ത് ജനങ്ങളെ പിഴിയുന്നു, മറ്റൊരിടത്ത് പഴം പിഴിഞ്ഞ് ജ്യൂസാക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.